ആരിഫിന്റെ വാക്കുകളിലേക്ക്. കേരളത്തിലൊട്ടാകെ LDF-ന് പ്രതികൂലമായ ഒരു ജനവിധിയാണ് വന്നിരിക്കുന്നത്. അത് ആലപ്പുഴയിലും പ്രതിഫലിച്ചിട്ടുണ്ട് നല്ല നിലയിൽ. പിന്നെ തെരഞ്ഞെടുപ്പിൽ ജയവും പരാജയവും ഒക്കെ പാർട്ടിയാണ് പരിശോധിക്കുന്നത്. പാർട്ടിയും മുന്നണിയും പരിശോധിച്ച് ആവശ്യമായ പ്രതികരണങ്ങൾ അക്കാര്യത്തിൽ പാർട്ടി ജില്ലാ സംസ്ഥാന നേതൃത്വം നടത്തും. അപ്പോൾ വ്യക്തിപരമായ കാര്യത്തിൽ ഞാനൊന്നും പറയാൻ ഇപ്പോൾ ഈ സമയത്ത് തയ്യാറല്ല. കാരണം ഞാൻ അങ്ങനെ ഒരു വിശകലനം നടത്തിയിട്ടില്ല. ഒരേ ഒരു വിശകലനമേ ഉള്ളൂ. കഴിഞ്ഞ കുറേ അധികം തെരഞ്ഞെടുപ്പുകളിലായി മത്സരിച്ച് ഉള്ള അനുഭവ പാഠം വെച്ച് ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സംബന്ധിച്ചുള്ള എൻ്റെ റീഡിങ്, എൻ്റെ വ്യക്തിപരമായ വിശകലനങ്ങളെല്ലാം പിശകായിരുന്നു, അത് തെറ്റായിരുന്നു എന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ പറ്റും. ബാക്കിയെല്ലാം ഇപ്പം നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ശോഭാ സുരേന്ദ്രന്റെ വോട്ട് 3 ലക്ഷത്തോട് അടുക്കുന്നു. BJP 3 ലക്ഷത്തോളം വോട്ട് നേടുന്നു ആലപ്പുഴയിൽ. ഹരിപ്പാടും കായംകുളവും ഒക്കെ BJP രണ്ടാമത് വരുന്ന സാഹചര്യം. അവസാന റൗണ്ടിലാണ് രണ്ടാമത് സ്ഥാനത്തേക്ക് മാറുന്നത്. അതുവരെ ഒന്നാം സ്ഥാനത്ത് പത്തിയൂർ അടക്കമുള്ള പഞ്ചായത്തുകളിൽ നിൽക്കുന്നു. ഇടത് കോട്ടയാണ് അവിടെയെല്ലാം. അല്ല, അത് ഞാനതാ പറഞ്ഞത്. അക്കാര്യത്തിൽ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കുറെ കൂടി ജാഗ്രതയോടുകൂടിയ ഇടപെടൽ നടത്തണം എന്നാണ് ആ വോട്ടിന്റെ വർധനവ് സൂചിപ്പിക്കുന്നത്. അതാണ് ഇപ്പം പറയാൻ കഴിയുന്നത്. താങ്കളുടെ വ്യക്തിപരമായ കണക്കുകൾ എവിടെയാണ്? അല്ല, ഞാനതാ പറഞ്ഞത്. ഇപ്പോൾ രണ്ടാമതായി പിന്നെ ചില മണ്ഡലങ്ങൾ വന്നു എന്നൊക്കെ പറഞ്ഞല്ലോ ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ അവർ പിടിച്ച വോട്ട് നല്ല തോതിൽ LDF-ൽ നിന്നും കുറച്ച് വോട്ട് പിടിച്ചിട്ടുണ്ടാവണമെന്ന് കരുതുന്നു. അപ്പോൾ സ്വാഭാവികമായി അത്രയും പിടിക്കില്ല എന്നൊക്കെയായിരുന്നു. ഇപ്പം അതെല്ലാം വിശകലനം ചെയ്താലേ പറയാൻ കഴിയില്ല. അങ്ങനെയാണോ എന്ന് തന്നെ പോലും ഇപ്പോൾ തറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. എൻ്റെ ഒരു പ്രാഥമികമായ ഇതാണ്, അവർക്ക് അത്ര വോട്ട് പിടിക്കാൻ കഴിഞ്ഞതിൽ UDF-ൽ നിന്നും LDF-ൽ നിന്ന് വോട്ട് പിടിച്ചിട്ടുണ്ടാകും. പക്ഷേ LDF-ൽ നിന്ന് കൂടി പിടിച്ചിട്ടുണ്ടാകുന്നതുകൊണ്ടാണ് അത്രയും വ്യത്യാസം LDF-ന് വന്നിട്ടുള്ളതെന്ന് ഇപ്പം പ്രത്യക്ഷത്തിൽ തോന്നുന്നത്. അവിടെ VS ജോയി ഓരോ സമയവും ലീഡ് ഉയർത്തുന്നു എന്നുള്ളതാണ്. 4317 ജോയിയുടെ ലീഡ് ഉയരുന്നു. ലീഡ് എന്താണ് സംഭവിക്കുന്നത്? ഇനിയും ജോയി വിജയം ഉറപ്പിച്ചോ? ആരുണ്ട് വിജയം ഉറപ്പിച്ചു എന്ന് ഇപ്പോഴും പറയാൻ കഴിയില്ല. കാരണം മാറി മറിയുകയാണ് ലീഡ് നില. ഏതായാലും ജോയിക്ക് ഇപ്പോൾ ആശ്വസിക്കാവുന്ന ലീഡിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. 4317 എന്ന വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ലീഡിലേക്ക് ജോയ് എത്തുന്നു. അടൂർ പ്രകാശ് 2,84,509 വോട്ടുമായി പിന്നിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ വലിയ മുന്നേറ്റമാണ് ആറ്റിങ്ങൽ നടത്തിയത്. 2,48,000 പരം വോട്ട് അവർ പിടിച്ചിരുന്നു. അത് BJP-യുടെ ഏറ്റവും വലിയ മുന്നേറ്റമായി കണക്കാക്കപ്പെട്ടിരുന്നു. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് മുരളീധരൻ 2,73,383 എന്ന മികച്ച പ്രകടനം നടത്തിയിരിക്കുന്നു. ആറ്റിങ്ങലിൽ കൃത്യമായി പറഞ്ഞാൽ ത്രികോണ പോരാട്ടം എന്ന് പറയുമ്പോൾ വോട്ട് 3 പിളർന്നു പോകുന്ന അവസ്ഥ ആറ്റിങ്ങലിൽ ഉണ്ടാകുന്നു. ആ രീതിയിലാണ് ഇപ്പോഴും വോട്ടെടുപ്പ് മുന്നോട്ട് പോകുന്നത്. 4,317 വോട്ട് ജോയിക്ക് മുന്നിൽ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകണം. അടൂർ പ്രകാശിന്റെ പേരുള്ള അപരന്മാർ പിടിച്ച വോട്ടുകളുടെ കണക്കുകൾ കൂടി ഇപ്പോൾ ഒന്ന് പറഞ്ഞു പോകാം. പ്രകാശ് PL 1,598 വോട്ടും പ്രകാശ് S 727 വോട്ടും, അതായത് 2,200 വോട്ടിനടുത്ത് അപരന്മാർ പിടിച്ചിരിക്കുന്നു. ഇപ്പോൾ 4,00,000 വോട്ട് ജോയിക്ക് ഭൂരിപക്ഷമുണ്ട്. അവസാന കണക്കെടുപ്പിൽ ഈ അപരന്മാർ ഏത് തരത്തിൽ വിധിയെ സ്വാധീനിക്കുമെന്ന് കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. അരുണ, ഒരു കാര്യം, ഈ 4,317 വോട്ട് ഇപ്പോൾ ലീഡുള്ളപ്പോൾ ഇനി അവശേഷിക്കുന്നത് 2 റൗണ്ടുകൾ മാത്രമായിരിക്കും, അതല്ലെങ്കിൽ 1 റൗണ്ടോ മാത്രമായിരിക്കാം. അങ്ങനെയെങ്കിൽ ഈ ലീഡ് ഒരു സുരക്ഷിതമായ നിലയെന്ന് നമുക്ക് പറഞ്ഞുകൂടെ? അങ്ങനെ പറയാൻ പറ്റില്ലേ? സജിത്ത്, എണ്ണാനുള്ള വോട്ടുകളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു വ്യക്തത വരേണ്ടത്. 2 റൗണ്ട് ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തു ശരി. പക്ഷേ അതിൽ ചില കുറച്ച് വോട്ട് കൂടി എണ്ണാനുണ്ട് എന്നൊരു സംശയം ഇപ്പോൾ വരുന്നുണ്ട്. എങ്കിൽ അത് കൃത്യമായ കണക്ക് ഇനി ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ ജോയ് ജയിച്ചു എന്ന് പറയാവുന്ന ഘട്ടമായിട്ടില്ല എന്നാണ് ഇടത് കേന്ദ്രങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസ് ക്യാമ്പും ഒരുപോലെ വ്യക്തമാക്കുന്നത്. എന്തായാലും ആറ്റിങ്ങൽ വലിയ സസ്പെൻസ് ബാക്കി വെക്കുകയാണ്. അവിടെ എന്തും സംഭവിക്കാമെന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ മജോറിറ്റി ചെറുതല്ല. കാരണം 4,317 വോട്ട് എന്നത് ചെറുതല്ല. ഈ ഘട്ടത്തിൽ അവസാന ഘട്ടത്തിലേക്ക് വോട്ടെണ്ണ എത്തുമ്പോൾ അത് ചെറിയൊരു ഘട്ടമല്ല എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു ചെയ്യുന്നു. ദേശീയ തലത്തിൽ 294 എന്ന നിലയിലാണ് ഇപ്പോൾ NDA സഖ്യമുള്ളത്. 232 ഇന്ത്യ സഖ്യം കുതിച്ചു കയറുന്നു. വലിയ പോരാട്ടം ഇന്ത്യ സഖ്യം കാഴ്ചവെക്കുന്ന പശ്ചാത്തലം ചേർത്ത് വായിക്കണം. 294 NDA സംബന്ധിച്ചിടത്തോളം ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയാണ് എങ്കിൽ കൂടി സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഏറെ കടമ്പകൾ അവർ കടക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. രഞ്ജിത്ത്, ഒപ്പം ഈ ആലപ്പുഴയെ കുറിച്ച് പറയുമ്പോൾ ആലപ്പുഴയിൽ തുടർ ചർച്ചകൾക്ക് ഇടവെക്കുമെന്ന കാര്യം ആരിഫിന്റെ വാക്കുകളിലുണ്ട്.
നമുക്കതൊന്ന് പരാമർശിച്ച് പോകണമെന്ന് തോന്നുന്നു. കാരണം ശോഭാ സുരേന്ദ്രൻ ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത ഇടങ്ങളിലേക്ക് കടന്നുകയറി വോട്ട് പിടിച്ചിട്ടുണ്ട് എന്നത് ആരിഫ് ഏറെക്കുറെ സമ്മതിക്കുന്നുണ്ട്. നമുക്ക് ശരണ്യ സ്നേഹജനെയോ കണക്ട് ചെയ്ത് കിട്ടുമെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ശരണ്യയോട് തന്നെ നമുക്ക് ചോദിക്കാം. കാരണം ഈ കായംകുളം ഇടതുപക്ഷത്തിന്റെ ഒരു പ്രധാന ഈ പത്തിയൂർ എന്നൊക്കെ പറയാൻ, കായംകുളം എന്റെ വീടിനടുത്താണ്. പത്തിയൂരൊക്കെ LDF കോട്ടയാണ്. അവിടെ BJP ആണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. കായംകുളം മണ്ഡലത്തിൽ പ്രത്യേകിച്ച് അവിടെ BJP രണ്ടാം സ്ഥാനത്ത് വന്ന പശ്ചാത്തലം ചേർത്ത് വായിക്കണം. അതാണ് സാഹചര്യം. എന്തായാലും ഈ സാഹചര്യത്തിലാണ് പോകുന്നത്. ആലപ്പുഴയുടെ രാഷ്ട്രീയം ഏതു തരത്തിലേക്ക് പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആലപ്പുഴയിലെ തോൽവി പലതരത്തിലുള്ള ചർച്ചകൾക്കും ഇടവയ്ക്കും. ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത വോട്ടുകളിലേക്ക് കടന്നു കയറിയോ എന്നതാണ്. ആറ്റിങ്ങലിലെ കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് ബാക്കി നിൽക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായ വിശദീകരണത്തിൽ 1257 വോട്ടുകൾക്ക് അവിടെ അടൂർ പ്രകാശ് ലീഡ് ചെയ്യുന്നു എന്ന കണക്കാണ് വരുന്നത്. പക്ഷേ അവിടെ നിന്ന് അനൗദ്യോഗികമായ കണക്കുകളും വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടെണ്ണുന്ന വിവരങ്ങൾ പുതുക്കുന്നതിൽ വൈകുന്നതാണോ അതല്ല വിവരങ്ങൾ പുറത്തേക്ക് ലഭിക്കാൻ മറ്റെന്തെങ്കിലും തടസ്സമുണ്ടാവുന്നതാണോ എന്നതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആറ്റിങ്ങലിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന ഓരോ വോട്ടും നിർണായകമാണ്. ആറ്റിങ്ങൽ എല്ലാ കണ്ണുകളും ആറ്റിങ്ങലിലേക്ക് പോകുന്നു. ഇടതുപക്ഷത്തിന് ഒരു അതെ, സൈത്ത് പറഞ്ഞതുപോലെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൂടാതെ ഈ പോസ്റ്റൽ ബാലറ്റുകൾ അല്ലെ 13,000-ഓളം വോട്ടുകൾ എണ്ണാനുണ്ട് അല്ലെ, അതും വളരെ നിർണായകമാകും. അത് പ്രധാനപ്പെട്ടതാണ്. അതെ, എല്ലാ കൗണ്ടിംഗ് സെന്ററുകളിലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. മറ്റ് ഭൗതിക സൗകര്യങ്ങളില്ല എന്ന പരാതികൾ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾക്കുമുണ്ട്. എന്തായാലും ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ അരുൺ റിപ്പോർട്ട് ചെയ്ത പ്രകാരം 4317 വോട്ടുകളാണ് അവിടെ ഇടതു സ്ഥാനാർത്ഥി വി ജോയുടെ ഭൂരിപക്ഷമെങ്കിൽ ഔദ്യോഗികമായി അപ്ഡേറ്റ് ചെയ്യുന്ന കണക്ക് 1257 അവിടെ UDFന്റെ ലീഡ് നിലയാണ്. പക്ഷേ ആ ചിത്രത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. നമുക്ക് കാത്തിരിക്കാമെന്നതാണ് സാഹചര്യം. എല്ലാ കണ്ണുകളും ആറ്റിങ്ങലേക്ക് നീങ്ങുന്നു. ആറ്റിങ്ങൽ ഒളിപ്പിച്ചിരിക്കുന്ന ആ സസ്പെൻസ് എന്ത് എന്ന ചോദ്യത്തിലേക്കാണ് നീങ്ങുന്നത്. എന്തായാലും കാത്തിരിക്കാം ആറ്റിങ്ങലിന്റെ സസ്പെൻസ് അറിയാൻ. അവിടെ ഓരോ നിമിഷവും ഇവിടെ ഫലസൂചനകൾ മാറി 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 മറിയുകയാണ്. ഓരോ നിമിഷവും ഫലം മാറി മറിയുന്ന പശ്ചാത്തലം ആറ്റിങ്ങൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിലൊക്കെ ജോയിയും ഒപ്പം ഈ പറഞ്ഞതുപോലെ ജോയിയും അടൂർ പ്രകാശും മാറി മാറി ലീഡ് നില പങ്കിട്ടെടുക്കുന്ന അവസ്ഥയായിരുന്നു. ഇപ്പോഴും സാഹചര്യങ്ങൾ ഓരോ നിമിഷവും മാറി മറിയുകയാണ്. വി മുരളീധരന്റെയും വലിയ മുന്നേറ്റം ഇവിടെ സംഭവിക്കുന്ന പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ ആറ്റിങ്ങലിന്റെ സസ്പെൻസ് അതേപടി തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആറ്റിങ്ങലിൽ ആര് ജയിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇനിയും വോട്ടുകൾ എണ്ണാനുണ്ട്, പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണാനുണ്ട്. അങ്ങനെ ഒരുപാട് ഈ 3 മുന്നണികൾക്കും ഒരുപോലെ സ്വാധീനമുള്ള പ്രദേശങ്ങളിലേക്ക് ഇനിയും വോട്ടെണ്ണൽ പുരോഗമിക്കേണ്ടതുണ്ട്.